എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 2024 പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മുടെ സിഗ്നേച്ചർ റെസിപ്പിയാണ്. 1 കിലോ വരുന്ന പ്ലം കേക്കാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. അപ്പോൾ ഓത്തൻറ്റിക് ആയിട്ടുള്ള പ്ലം കേക്കിൽ എപ്പോഴും റം വെച്ചിട്ട് സോക്ക് ചെയ്യുമ്പോഴാണ് ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്കായിട്ട് നല്ല ആ ഒരു കറക്റ്റ് ടേസ്റ്റിലുള്ളൊരു പ്ലം കേക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഫ്രൂട്ട്സിനെ കുറിച്ച് പറയാം. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചുരുക്കിയൊന്ന് പറയാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് ഇന്ന ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 ടൈപ്പിലെ മുന്തിരിങ്ങ, അതുപോലെ തന്നെ ക്രാൻബെറീസും, പിന്നെ കുറച്ച് നട്ട്സും, കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി, നാരങ്ങയുടെ തൊലി, പിന്നെ കുറച്ച് സ്പൈസസും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുപ്പികളിലാക്കി റമ്മിലാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. ഞാനിവിടെ റം മാത്രമാണ് എടുക്കുന്നത്, വേറെ വൈനൊന്നും എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഇത് സോക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഈ ഒരു കുപ്പിയിൽ നിന്ന് ഞാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു 300 ഗ്രാം ഉണ്ട്. അപ്പോൾ ഈ 1 കിലോയുടെ പ്ലം കേക്കിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ്. ഇത് കൂടാതെ ഇതിലേക്കൊരു 1/4 കപ്പ് കാഷ്യൂ നട്ട്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചതും, പിന്നെ ഒരു 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൂട്ടി ഫ്രൂട്ടി ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തപ്പോൾ ചേർത്തിട്ടില്ലായിരുന്നു. പിന്നെ 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പൊടി കോട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. അത് ഞാൻ വഴിയെ കാണിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് കാരമൽ സിറപ്പാണ്. അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് പ്ലം കേക്കിന് നല്ല ഒരു കളറും അതുപോലെ ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനത്ര കളറും ടേസ്റ്റും കിട്ടാറില്ല. അപ്പോൾ ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 125 മില്ലിയുടെ കപ്പാണ് 1/2 കപ്പ്. മീഡിയം തീയിൽ അത് അനക്കാതെ കുറച്ച് നേരം വെക്കുക. അപ്പോഴത്തേക്ക് ഇതൊരു ബ്രൗൺ കളറായിട്ട് താഴെ നിന്ന് ഇങ്ങനെ മെൽറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ആദ്യം തന്നെ കയറി ഇളക്കരുത്. എല്ലാ അടിഭാഗം മുഴുവനായിട്ടൊന്ന് മെൽറ്റായതിന് ശേഷം മാത്രം ഒരു സ്പാറ്റില വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ ഒരുപാട് കൂടിപ്പോയാൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒട്ടും കരിയാതെ വേണം ഇത് മെൽറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ മുഴുവൻ പഞ്ചസാരയും നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരു ക്രിസ്റ്റലൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് നല്ല ചൂടുള്ള ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ്. അപ്പം ഒഴിക്കുമ്പം മുഖമൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക. നന്നായിട്ട് ഇതിൽ നിന്ന് ആവി വരും. അപ്പോൾ 125 മില്ലിയുടെ കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിക്കുന്ന വഴിയെ തന്നെ ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് ക്രിസ്റ്റലൈസ് ആവും. അപ്പോൾ അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അത് മാറി നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. ഈ കാരമൽ സിറപ്പ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇനി നന്നായിട്ട് തണുത്തിട്ട് വേണം നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്, അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു കാരമൽ സിറപ്പ് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുത്തിട്ട് ഇരിക്കും. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 190 ഗ്രാമാണ് ഞാനിപ്പം എടുത്തിരിക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 250 മില്ലിയാണ്. മൈദ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാം. ബേക്കിംഗ് പൗഡർ നമ്മളിവിടെ എടുത്തിരിക്കുന്ന 1 ടീസ്പൂണാണ്. അതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. ഇനി കേക്കിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ, അതായത് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചേർക്കുന്നത് കറുവപ്പട്ട പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഞാനെല്ലാം എപ്പോഴും സെപ്പറേറ്റ് ആയിട്ടാണ് ചേർക്കുന്നത്. ഇനി നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ചേർക്കാവുന്നതാണ്. പിന്നെ ജാതിക്ക കുരുവാണ്, അത് ഒരു 1/2 ടീസ്പൂൺ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഏലക്ക, അതുപോലെ തന്നെ ഗ്രാമ്പു. ഇത് രണ്ടും 1/4 ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് സ്പൈസസ് ഞാൻ സാധാരണ ചേർക്കാറുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ഇത് 1-2 തവണ അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ ഒരു സ്പാറ്റില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പൊടിയിൽ നിന്നാണ് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പൊടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് അടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 3 ടേബിൾ സ്പൂൺ എന്ന് ഞാനൊരു റഫായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പൊടി
ചേർത്തിട്ട് കോട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഉപ്പില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്. ഇവിടെ 113 ഗ്രാം അഥവാ 1/2 കപ്പ് ബട്ടറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ തടിത്തവിയോ എടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബീറ്റ് ചെയ്യുന്നത് ഹൈ സ്പീഡിലിട്ടാണ്. ബട്ടർ ഒരുപാട് കൂടിപ്പോയാൽ കേക്ക് ഒരുപാട് ഓയിലി ആവും. അപ്പോൾ ഞാൻ ചെയ്യുന്ന റെസിപ്പിയിൽ എപ്പോഴും ഞാൻ ഈ ഒരു അളവിലാണ് ചേർക്കാറുള്ളത്. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്ക് ഈ ഒരു ബട്ടർ നല്ലൊരു ക്രീമായിട്ട് മാറും, ബട്ടർ ക്രീമായിട്ട് മാറും. എല്ലാ പഞ്ചസാരയും നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പഞ്ചസാര മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തപ്പം ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയാണ് ചേർക്കുന്നത്. മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഫ്രിഡ്ജിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പുറത്തെടുത്ത് വെക്കാം. 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബട്ടറിലേക്ക് ചേർക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ മുട്ടയായിട്ട് ചേർത്താലും മതി. അപ്പം നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബട്ടർ പിരിഞ്ഞു പോവില്ല. നമ്മൾ മുട്ട ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ചേർക്കാം. അത്യാവശ്യം വലിപ്പമുള്ള 3 മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബട്ടർ ക്രീമിലേക്ക് കുറേശ്ശെ മുട്ട ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം ഞാൻ ഒരുപാട് സ്പീഡിലല്ല ബീറ്റ് ചെയ്യുന്നത്, ഒരു 2 സ്പീഡിലാണ് മുട്ട ചേർത്തിട്ട് ബീറ്റ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ചേർത്തിട്ടും ഇത് പിരിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്നും ഓരോ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. ബേക്ക് ചെയ്ത് വരുമ്പോൾ കേക്ക് നന്നായി തന്നെ ഇരിക്കും. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട മൊത്തം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മൊത്തം നമ്മളിപ്പം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ സ്പൈസസ് ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന മൈദ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്താണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തണുത്ത കാരമൽ സിറപ്പും ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം 2-3 ടേബിൾ സ്പൂൺ പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കാരമൽ സിറപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കാരമൽ സിറപ്പ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അങ്ങനെ പൊടിയും കാരമൽ സിറപ്പും ഇടവിട്ട് ബീറ്റ് ചെയ്ത് എല്ലാം തീരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഓവൻ പ്രീ ഹീറ്റാനായിട്ട് വെക്കാം. ഞാനിവിടെ 160 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ ഒരു 15 മിനിറ്റ് പ്രീ ഹീറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ പൊടിയും കാരമൽ സിറപ്പ് നമ്മളിതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതുപോലെ കേക്ക് ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ കേക്കിൻ്റെ ടിന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം കാണിക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ നമ്മൾ 8 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ബേക്കിംഗ് പേപ്പറൊക്കെ ഇട്ടിട്ട് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓവർ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന 8 ഇഞ്ചിൻ്റെ റൗണ്ട് ടിൻ. ഇതൊരു അലുമിനിയം ടിന്നാണ്. അലുമിനിയം അല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് ടിൻ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമുക്കിനി ബാറ്റർ ഇതിലേക്കൊന്ന് നിരത്തി കൊടുക്കാം. കുറച്ച് നാളുകൾ കേടാകാതെ ഇരിക്കുന്നൊരു കേക്കാണ്. അപ്പോൾ നന്നായിട്ട് പ്രിസർവ് ചെയ്ത് വെക്കണം. നന്നായിട്ട് കവർ ചെയ്ത് ഈർപ്പൊന്നും ഇല്ലാത്ത സ്ഥലത്ത്, അധികം ചൂടൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെക്കണം. ഇനി ഒരുപാട് ചൂടുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പം ഒരുപാട് ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ ചീത്തയാനുള്ള ചാൻസ് ഉണ്ട്, നമ്മൾ നനഞ്ഞ കൈയൊക്കെ അതിൽ തൊടുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 160 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ പ്രീ ഹീറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്പാറ്റില വെച്ചിട്ട് തന്നെ നമ്മൾ ആ ബാറ്റർ നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിന് മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സും അതുപോലെ ചെറീസും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് നിരത്തി കൊടുത്തതിന് ശേഷം 2 തവണ ഒന്ന് തട്ടിയിട്ട് എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ടിന്നിപ്പം നമ്മൾ പ്രീ ഹീറ്റാക്കി എടുക്കുന്ന അവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം വെച്ചിരിക്കുന്നത് ഏറ്റവും താഴത്തെ റാക്കിലാണ്. 160 ഡിഗ്രി സെൽഷ്യസിൽ 1 ഹവറാണ് നമ്മൾ ആദ്യം ഇത് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ടെമ്പറേച്ചർ ഒരു 150 ഡിഗ്രി സെൽഷ്യസ് ആക്കിയിട്ട് 45 മിനിറ്റും കൂടി ഇത് ബേക്ക് ചെയ്തു. അപ്പം 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇതിന് മുകളിലായിട്ടൊരു ബേക്കിംഗ് പേപ്പർ ഇട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം ടോപ്പ് ബ്രൗൺ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 1 മണിക്കൂർ 45 മിനിറ്റും എടുത്തിട്ട് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിരിക്കുന്ന കേക്കാണ്. നമ്മൾ ഡിമോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് വെയ് ചെയ്ത് നോക്കാം. കേക്ക് വീണ്ടൊന്നും കീറാതെ വന്നിട്ടുണ്ട്. ഈ കേക്ക് വന്നിട്ട് 1 കിലോയും 100 ഗ്രാമുമാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് 1 കിലോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുമ്പോൾ മെഷർ ചെയ്തിട്ട് ഒഴിക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 കിലോയും ഒരു 100 ഗ്രാമും കൂടെ നിങ്ങൾ ബാറ്റർ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 1 കിലോ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. ഇതിപ്പോൾ ഞാൻ വീട്ടിലേക്കുള്ള ആവശ്യത്തിനായതുകൊണ്ട് അങ്ങനെ മെഷർ ചെയ്തിട്ടല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെയ് ചെയ്ത് നോക്കിയപ്പം 1 കിലോയും 127 ഗ്രാമും വന്നിട്ടുണ്ട്. പിന്നെ ഇത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കേക്ക് വന്നിട്ട് ഏറ്റവും ടേസ്റ്റ് ആവുന്നത് ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് എടുക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇനി റമ്മും ഒക്കെ ബ്രഷ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് കവർ ചെയ്തിട്ട് വെക്കാവുന്നതാണ്. 1 മാസം വരെ ഇത് കേടാകാതിരിക്കുന്നൊരു കേക്കാണ്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ അകത്തെ ഒരു ടെക്സ്ചർ. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് നമ്മുടെ ഈ ഒരു പ്ലം കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് സെൻഡ് ചെയ്ത് തരാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എത്ര പേര് ഇപ്രാവശ്യം നമ്മുടെ കേക്ക് ട്രൈ ചെയ്യുന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്